And welcome to the new video. In this video, I'll be discussing about coefficient quantization error. Okay. Already നമ്മൾ പറഞ്ഞു ഇൻപുട്ട് ക്വാണ്ടൈസേഷൻ എറർ, ഔട്ട്പുട്ട് ക്വാണ്ടൈസേഷൻ എറർ, ദെൻ പ്രോഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ. പിന്നെ ഒരെണ്ണൂടിയുള്ളതാണ് കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ എറർ. അതായത് നമ്മളെ ഫിൽട്ടർ കോഎഫിഷ്യൻസിനെ ക്വാണ്ടൈസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എററാണ്. വളരെ സിമ്പിളായിട്ട് നമുക്കത് എന്താ പറയുക, ഈ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് എഫക്റ്റ് തന്നെ രജിസ്റ്റർ നമ്മുടെ കയ്യിലുള്ളത് എന്തായിരിക്കും, ഫൈനൈറ്റ് വേർഡ് ലെങ്തിൻ്റെ ആയിരിക്കും. അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ അതിനെ ട്രങ്കേറ്റോ റൗണ്ടിങ്ങോ ഒക്കെ ചെയ്തിട്ട് കൊണ്ടുവരേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് കോഎഫിഷ്യൻസിൽ ഉണ്ടാവുന്ന മാറ്റം അത് എങ്ങനെ ഇതിനെ എഫക്റ്റ് ചെയ്യും, ഇതിൻ്റെ പോൾസിനെയും സീറോസിനെയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഈ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ എറർ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ. അപ്പോൾ ജസ്റ്റ് ഒരു തിയറി എന്നുള്ള പോലെ ഇവിടെ ഞാൻ പറഞ്ഞു വേഗം പോവാം. സോ ഇൻ ദ റിയലൈസേഷൻ ഓഫ് FIR and IR filter hardware or in software, the accuracy with which the coefficients can be specified is limited by the word length of the register used to store the coefficients. So accuracy നമ്മൾ ഉപയോഗിക്കുന്ന രജിസ്റ്ററിൻ്റെ വേർഡ് ലെങ്ത്തിനനുസരിച്ചിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ പറഞ്ഞു ഫിൽട്ടർ കോഎഫിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് ഡെസിമൽ ബൈനറി പോയിന്റ് ആയിട്ട് ഒരുപാട് വാല്യൂസ് ഉണ്ടായിരിക്കാം. പക്ഷേ വൺസ് വി ഹാവ് ദ രജിസ്റ്റർ വിത്ത് ഫിക്സഡ് വേർഡ് ലെങ്ത് we have to quantize it. So നമുക്ക് അതിനെ ക്വാണ്ടൈസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആണ് പ്രശ്നങ്ങൾ ഉണ്ടാവുക. So the filter coefficients are quantized to the word size of the register used to store them either by truncation or by rounding. So truncation അല്ലെങ്കിൽ rounding വഴി നമ്മൾ അതിനെ എന്ത് ചെയ്യാണ്, ക്വാണ്ടൈസ് ചെയ്യാണ്. ആൻഡ് ദ ലൊക്കേഷൻ ഓർ വാല്യൂ ഓഫ് ദ പോൾസ് ആൻഡ് സീറോസ് ഓഫ് ദ ഡിജിറ്റൽ ഫിൽട്ടർ ഡയറക്ട്ലി ഡിപ്പെൻഡ്സ് ഓൺ ദ വാല്യൂസ് ഓഫ് ദിസ് കോഎഫിഷ്യൻസ്. നമുക്കത് ഓൾറെഡി അറിയാം, ഇക്വേഷനിലെ കോഎഫിഷ്യൻസിൻ്റെ ബേസിലാണ് എന്തിരിക്കുന്നത്, നമ്മളുടെ പോൾസും സീറോസും ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പോളിനോമിയൽ H(z) എഴുതുകയാണെങ്കിൽ അതിൻ്റെ ന്യൂമറേറ്റർ പാർട്ട് ഈക്വൽ ടു സീറോസ് കൊടുത്ത്, അതായത് ആ ഫംഗ്ഷൻ സീറോ ആവാനുള്ള സെറ്റിൻ്റെ വാല്യൂസ് ആണ് പോൾസ് സീറോസ് എന്ന് പറയുന്നത്. ഫംഗ്ഷൻ ഇൻഫിനിറ്റി ആവാനുള്ള സെറ്റിൻ്റെ വാല്യൂസ് നമ്മൾ പോൾസ് എന്നും പറയും. അപ്പോൾ അത് ആക്ച്വലി ഡിപ്പെൻഡ് ചെയ്യുന്നത് അവിടെ സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻസ് ആണ്. ന്യൂമറേറ്റർ ആണെങ്കിലും ഡിനോമിനേറ്റർ ആണെങ്കിലും അത് ഇൻടേൺ ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്, ഫിൽട്ടർ കോഎഫിഷ്യൻസിൻ്റെ വാല്യൂസിനാണ്. സോ ഈ ഫിൽട്ടർ കോഎഫിഷ്യൻറ്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രങ്കേറ്റ് ചെയ്യുന്നത്. സോ വൺസ് ആഫ്റ്റർ ട്രങ്കേഷൻ ചിലപ്പോൾ 0.625 എന്നുണ്ടായിരുന്ന വാല്യൂ ചിലപ്പോൾ എന്തായി മാറാം, 0.5 ആയിട്ട് മാറാം. അത് ആക്ച്വലി എന്തിനെ എഫക്റ്റ് ചെയ്യും, എന്തായാലും അതിൻ്റെ അതിൻ്റെ റൂട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പോൾസ് ആയിരിക്കാം, സീറോസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മൾ ഈ കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ എറർ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. The quantization of the filter coefficients will modify the values of poles and zeros, and so the location of the poles and zeros will be shifted from the desired location, and this will create deviation in the frequency response of the system. അപ്പം ഇങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റ് വരുന്നത്. അതായത് നമുക്ക് ആക്ച്വൽ കേസിൽ ഒരു പോൾസ് ആൻഡ് സീറോസ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ട്രങ്കേറ്റ് ചെയ്തപ്പോൾ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ മാറി, ട്രങ്കേഷൻ അല്ലെങ്കിൽ റൗണ്ടിങ് ചെയ്തപ്പോൾ കോഎഫിഷ്യൻറ്റിൻ്റെ വാല്യൂ മാറി. സോ അത് സോൾവ് ചെയ്യുമ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറും അതിനനുസരിച്ച് മാറും. അതായത് പോൾസിൻ്റെയും സീറോസിൻ്റെയും വാല്യൂ മാറി, അതിനനുസരിച്ച് നമ്മളുടെ ഡിസൈഡ് ഫ്രീക്വൻസി റെസ്പോൺസ് ഷിഫ്റ്റ് ആയി എന്നാണ് അതിന് അർത്ഥം വരുന്നത്. അതായത് ആക്ച്വൽ ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്നും ഷിഫ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ ഫൈനൈറ്റ് വേർഡ് ലെങ്ത്തിലേക്ക് കൊണ്ടുവന്ന ഫിൽറ്ററിൻ്റെ റെസ്പോൺസ് മാറും. And the sensitivity of the filter frequency response characteristics to quantization of the filter coefficient is minimized by realizing the filter having a large number of poles and zeros as interconnection of second order sections in cascade or in parallel realization. അതായത് കുറേ അത്യാവശ്യം പോൾസും സീറോസും ഉള്ള ഒരു സിസ്റ്റം ആണെങ്കിൽ അതിന് നമ്മൾ ഒറ്റ ഇതായിട്ട് എന്താ പറയുക, റിയലൈസ് ചെയ്യുന്നതിന് പകരം ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട്, ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സെക്ഷൻസ് ആയിട്ട്, ജനറലി സെക്കൻഡ് ഓർഡർ എന്ന് പറയുമെങ്കിലും ചിലപ്പോൾ ഫസ്റ്റ് ഓർഡർ ആയിട്ട് ചെയ്യേണ്ടി വരും. ഫസ്റ്റ് ഓർഡർ അല്ലെങ്കിൽ സെക്കൻഡ് ഓർഡർ സെക്ഷൻസ് ആയിട്ട് കാസ്കേഡോ പാരലലോ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ എഫക്റ്റ് കുറച്ച് കുറയും. ഇല്ലാണ്ട് ആവും എന്ന് പറയാൻ പറ്റില്ല, കുറയ്ക്കാം എന്നാണ് നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ. അതായത് കാസ്കേഡും പാരലൽ റിയലൈസേഷൻ ബേസിക് ബ്ലോക്സ് വെച്ചിട്ട് നമ്മൾ അതിനെ റിയലൈസ് ചെയ്യണം. അപ്പോൾ അത് വഴി തന്നെ നമുക്ക് ഇവിടെ കണ്ടെത്താവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ ഹാസ് ലെസ് എഫക്റ്റ് ഇൻ കാസ്കേഡ് റിയലൈസേഷൻ വെൻ കമ്പയർഡ് ടു പാരലൽ റിയലൈസേഷൻ. സോ കാസ്കേഡ് റിയലൈസേഷൻ വരുമ്പോഴാണ് കുറച്ചും കൂടി ബെറ്റർ പാരലലിനെക്കാട്ടിലും. അത് നമുക്ക് എക്സാമ്പിൾസ് വഴി നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് കോഎഫിഷ്യന്റ് ക്വാണ്ടൈസേഷൻ എറർ എന്ന് പറഞ്ഞാൽ. കോഎഫിഷ്യൻറ്റിനെ നമ്മൾ ട്രങ്കേറ്റോ റൗണ്ടിങ്ങോ ചെയ്യുമ്പോൾ അതിൻ്റെ ആക്ച്വൽ വാല്യൂവിൽ നിന്ന് ഒന്ന് ഷിഫ്റ്റ് ആവും. അപ്പോൾ ആ ഷിഫ്റ്റിംഗ് ഇൻ ടേൺ അതിൻ്റെ പോൾസ് ആൻഡ് സീറോസിനെ എഫക്റ്റ് ചെയ്യും. ഈ പോൾസ് ആൻഡ് സീറോസ് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിസ്റ്റത്തിൻ്റെ ആ ഫിൽറ്ററിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസിനെ എഫക്റ്റ് ചെയ്യും. അതായത് അത് ഡിസൈഡ് ആയിട്ടുള്ള ഒരു ഫ്രീക്വൻസി റെസ്പോൺസിൽ നിന്നും മാറി വേറൊരു ഇതിലേക്ക് വരും. ഓക്കെ. So the first question, for a second order
IIR filter given by h of z is equal to 1 by 1 minus 0.5 z raised to minus 1 into 1 minus 0.45 z raised to minus 1. Study the effect of shift in pole location with 3-bit coefficient representation in direct and cascade form. നമുക്കിവിടെ എച്ച് ഓഫ് സെഡ് തന്നിട്ടുണ്ട്, സിസ്റ്റം ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അതിന് ഇപ്പോൾ ഇതിൻ്റെ പോൾ ലൊക്കേഷൻസിലുള്ള എഫക്റ്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. 3-ബിറ്റ് കോഎഫിഷ്യൻറ്റ് റെപ്രസെൻറ്റേഷൻ. ഇപ്പോൾ നമുക്ക് ഒരു മെത്തേഡ് ട്രങ്കേഷൻ റൗണ്ടിങ്ങിൽ ഒരു മെത്തേഡ് വെച്ച് നമുക്ക് നോക്കാം. അത് തന്നെ ഡയറക്റ്റ് റെപ്രസെൻറ്റേഷനിലും കാസ്കേഡ് റെപ്രസെൻറ്റേഷനിലും എന്താണ് വ്യത്യാസം എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ തന്നിട്ടുള്ള സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് സെഡ് ഈക്വൽ ടു നമുക്കത് പോൾസ് കിട്ടത്തക്ക രീതിയിൽ സെഡ് മൈനസ് ആ ടേംസിലേക്ക് സെഡിൻ്റെ പോസിറ്റീവ് പവേഴ്സിലേക്ക് എഴുതാമല്ലോ. അത് ഞാനിവിടെ ഡയറക്റ്റ് എഴുതുകയാണ്. അപ്പോൾ നമുക്ക് എഴുതി കഴിഞ്ഞാൽ എന്താ വരാൻ പോകുന്നത്? സെഡ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെഡ് സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ സെഡ് മൈനസ് 0.5 ഇൻറ്റു സെഡ് മൈനസ് 0.45 അല്ലേ? ഇതാണ് വരിക. ഇവിടെ നിന്ന് ഇത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് പോൾസ് എഴുതാമല്ലോ. പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിനോമിനേറ്റർ പാർട്ട് 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് പോൾസ്. സോ ഇവിടുത്തെ പോൾസ് എന്താ വരിക? പോൾസ് ആർ അറ്റ് സെഡ് ഈസ് ഈക്വൽ ടു 0.5 ആൻഡ് 0.45. ഇതാണ് നമുക്ക് ഇവിടുന്ന് ബേസിക് ആയിട്ട് കിട്ടുന്ന കാര്യം. ഇനി നമുക്ക് ഓരോ കേസിലേക്ക് വരാം. ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഏതാ? ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ ആണ് പറഞ്ഞിട്ടുള്ളത്. സോ ആദ്യം നമ്മൾ ഡയറക്റ്റ് റിയലൈസേഷനിലേക്ക് വരാം. ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ. ഓക്കെ, അപ്പോൾ അതിലേക്ക് വരണമെങ്കിൽ വീണ്ടും നമുക്ക് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള സെറ്റിൻ്റെ നെഗറ്റീവ് പവേഴ്സിലുള്ള ഇക്വേഷൻ വെച്ചിട്ട് തന്നെ വേണം നമ്മളത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഓർമ്മയുള്ള കാര്യം നമ്മൾ ഓൾറെഡി സെക്കൻഡ് മോഡ്യൂളിൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുള്ളതാണ് പ്രോബ്ലംസ്. അപ്പോൾ അത് തന്നെയാണ് വീണ്ടും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നത്. അത് വളരെയധികം ഡിസ്കസ് ചെയ്യുന്നില്ല. എച്ച് ഓഫ് സെറ്റ് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ബേസിക് ഇക്വേഷൻ എടുത്ത് എഴുതുന്നുള്ളൂ 1 മൈനസ് 0.5 1 minus 0.5 z raised to minus 1 into 1 minus 0.45 z raised to minus 1. സോ നമ്മളിപ്പോൾ ചെയ്തിട്ടുള്ളത് പോൾസ് അവിടെ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ഇനി ഓരോ കേസിലും എടുത്ത് അനലൈസ് ചെയ്യണം. വിത്ത് അത് പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മളോട് എന്താ ഫൈനൈറ്റ് വേർഡ് ലെങ്ത് ആക്കുന്നത് എത്ര ബിറ്റ്സ് ആണെന്നുള്ളത്. അപ്പോൾ അത് ബേസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം ഇതിനെ എന്താണെന്ന് പറയുക, പ്രൊഡക്റ്റ് എടുത്തിട്ട് ആ ഒരു ഫോമിലേക്ക് നമുക്ക് എഴുതാം. സോ ഇത് പ്രൊഡക്റ്റ് എടുത്ത് എഴുതി കഴിഞ്ഞാൽ നമുക്ക് വരിക 1 മൈനസ് മൾട്ടിപ്ലൈ ചെയ്യുക, വേറെ ഒന്നുമില്ല. 1 മൈനസ് 0.95 z raised to minus 1 പ്ലസ് 0.225 z raised to minus 1. ഓക്കെ, ഇതാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്ന ആക്ച്വൽ സിസ്റ്റം ഫംഗ്ഷൻ. ഇനി ഇവിടെയാണ് നമ്മൾ എന്ത് അപ്ലൈ ചെയ്യാൻ പോകുന്നത്? ഈ ക്വാണ്ടൈസേഷൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഈ ക്വാണ്ടൈസേഷൻ ഞാൻ ചെയ്യുന്നത് ട്രങ്കേഷൻ ആണ് എന്ന് വിചാരിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനിലൊന്നും പറയാത്തതുകൊണ്ട് ഞാൻ അവിടെ അസ്യൂം ചെയ്യാണ്. അപ്പോൾ ലെറ്റസ് അതാണെങ്കിൽ എളുപ്പമാണ്, അതുകൊണ്ടാണ് അത് പറഞ്ഞത്. ലെറ്റസ് quantize the coefficients by truncation. ഇതിലെ കോഎഫിഷ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 0.95 0.225 ഉണ്ട്. കോഎഫിഷ്യൻസ് ബൈ ട്രങ്കേഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്താണെന്നുള്ളത് ആദ്യം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പം അതും നമ്മൾ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുള്ളത് തന്നെയാണ്, എന്താ ഡെസിമൽ ടു ബൈനറി റെപ്രസെൻറ്റേഷൻ ഒക്കെ. അപ്പോൾ അത് ജസ്റ്റ് വേഗം ചെയ്ത് ഇതിലേക്ക് എത്തിക്കണം. അപ്പോൾ 0.95 നമ്മൾ കൺവേർട്ട് ചെയ്യണം. അതേപോലെ എന്തിനും ചെയ്യേണ്ടി വരും? 0.225 ചെയ്യണം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ 0.95ൻ്റെയും 0.225ൻ്റെയും എങ്ങനെയാണ് നമ്മൾ ചെയ്തിരുന്നത്? 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്നിട്ട് ആ കിട്ടുന്ന റിസൾട്ടിൻ്റെ എന്ത് എഴുതുക? ഇൻഡിജർ പാർട്ട് എടുത്തിട്ട് ഓർഡറിൽ താഴേക്ക് എഴുതി വരികയാണ് ചെയ്തിരുന്നത്. വീണ്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, പക്ഷേ അതിന് ഇൻഡിജർ പാർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ജസ്റ്റ് ഓർമ്മ ഉണ്ടാവും ചേർന്ന് ഞാൻ വെറുതെ പറഞ്ഞു പോവാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് നമ്മൾ 0.95 മൾട്ടിപ്ലൈ ബൈ 2 അതിൽ നിന്നാണ് തുടങ്ങേണ്ടത്. സോ മൾട്ടിപ്ലൈ ബൈ 2 ചെയ്ത് കിട്ടുന്നു 1.90. അപ്പം ഇതിലെ ഈ റിസൾട്ട് അവിടെ വെച്ചിട്ട് അതിൽ ഏതാ പോയിന്റിന് ശേഷമുള്ള പാർട്ട് മാത്രം നമ്മൾ താഴേക്ക് എടുക്കുക. സോ 0.90 ഇൻഡിജർ പാർട്ട് എടുക്കണ്ട, അതവിടെ നിന്നിട്ട് അത് നമ്മൾ ആൻസറിലേക്കുള്ളതാണ്. അപ്പോൾ അതവിടെ വയ്ക്കുക. ബാക്കിയുള്ള 0.90 ഇൻറ്റു 2 1.80 വരും. വീണ്ടും 0.80 മാത്രം എടുത്താൽ മതി. ഇൻറ്റു 2 1.60 0.60 ഇൻറ്റു 2 1.20 0.20 ഇൻറ്റു 2
40 ആ രീതിക്ക് അത് കിട്ടിപ്പോകും. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ നമുക്ക് വരിക. അപ്പോൾ അതിൽ നിന്ന് ആൻസർ ആയിട്ട് നമ്മൾ എങ്ങനെ എടുത്ത് എഴുതുക, റിസൾട്ട് എന്ന് പറയുന്നത് ഓർഡറിൽ താഴേക്ക് ആണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ഓക്കെ, താഴേക്കാണ് റെപ്രസെന്റ് ചെയ്യുക. എന്തുമാത്രം നമുക്ക് അവിടെ എടുക്കേണ്ടിട്ടുള്ളൂ, ഈ ഇൻഡിജർ പാർട്ട് മാത്രമാണ് നമ്മൾ നോക്കുക. ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ ഓരോന്നിൻ്റെയും ഇൻഡിജർ പാർട്ട് മാത്രം എടുത്ത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ, ഇപ്പോൾ ഇവിടുത്തെ ബൈനറി വാല്യൂ എന്ത് വരും, 1 1 1 1 0. ഇതാണ് വരിക. അപ്പോൾ ഇതേപോലെ തന്നെ അടുത്ത കേസും 0.225നെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക, 0.450. അപ്പോൾ അവിടുത്തെ നമ്മൾ എടുക്കേണ്ട ആള് 0 ആണ്. അതിൽ നിന്ന് 0.450 എടുത്തിട്ട് താഴേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു, 0.90 വരും. അതിൽ നമുക്ക് വേണ്ടത് 0. 0.90 മൾട്ടിപ്ലൈ 1.800. അതിന് വേണ്ടത് നമുക്ക് 1 എടുക്കത്തേക്ക് 0.800. അതിനെ മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് വീണ്ടും 1.6. അടുത്തത് 1.2 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ ഇതും നമ്മൾ താഴത്തേക്ക് ഓർഡറിൽ എടുത്ത് എഴുതുക എന്ന് പറയുമ്പോൾ എന്ത് വരും, 0. ഓക്കെ, ഇവിടെ അതും കൂടി എഴുതാൻ കേട്ടോ. 0.0 ശേഷമാണിത് 0.0, അടുത്ത രണ്ടാമത്തെ 0, അടുത്തത് 1 1 1. ഇതാണ് നമുക്ക് റെപ്രസെൻറ്റേഷൻ കിട്ടുക. ഇതിൽ കറസ്പോണ്ടിങ് ബൈനറി റെപ്രസെൻറ്റേഷൻ. ഓക്കെ, സോ ഡെസിമൽ ടു ബൈനറി നമ്മളവിടെ ചെയ്തു. ഇത് ആദ്യം ചെയ്യാണ്, എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ട്രങ്കേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഎഫിഷ്യൻ്റ് 2 കോഎഫിഷ്യൻസ് ആണ് ഉണ്ടായിരുന്നത്. അതിൻ്റെ എഫക്റ്റ് ആണ് ഇപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ നമ്മുടെ കോഎഫിഷ്യൻറ്റ് 0.95 ആണ് അല്ലേ, അതേപോലെ 0.225 ആണ്. രണ്ടും നമ്മൾ ഡെസിമലിലാണ് എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി കണ്ടുപിടിച്ചു. ബൈനറി നമുക്കിവിടെ എഴുതി വെക്കാം. എന്താ, 0. ആദ്യത്തെ കിട്ടിയിട്ടുള്ളത് 4 ones 1 1 1 0 അല്ലേ, ഇതാണ് കിട്ടിയിട്ടുള്ളത്. അതേപോലെ താഴത്തെ കിട്ടിയിട്ടുള്ളത് എന്താ, 0.00111 ഇതാണ് കിട്ടിയിട്ടുള്ളത്. അപ്പം ഇവിടെ നിന്ന് അടുത്ത ഇതായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണ്, ട്രങ്കേറ്റ് ചെയ്യാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇതിനെ ട്രങ്കേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ട്രങ്കേറ്റ് ടു എത്ര ബിറ്റ്സാ, 3 ബിറ്റ്സ്. ട്രങ്കേറ്റ് ടു 3 ബിറ്റ്സ്. സോ ട്രങ്കേറ്റ് ടു 3 ബിറ്റ്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമുക്ക് നോക്കണം. ട്രങ്കേറ്റ് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ല. ട്രങ്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 ബിറ്റ്സിന് ശേഷമുള്ളതിനെ ഒഴിവാക്കി കളയുക, അത്രയേ ഉള്ളൂ. സോ ഇത് 3 ബിറ്റ്സിന് ശേഷമുള്ളതിനെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് വരും, നമുക്ക് 0.111 എന്ന് വരും അല്ലേ. ഇതേപോലെ നമ്മൾ അതിന് 3 ബിറ്റിന് ശേഷം ഒഴിവാക്കി കഴിഞ്ഞാൽ 0.001 എന്ന് വരും. ബാക്കിയുള്ള ബിറ്റ്സ് നമ്മൾ അവിടുന്ന് ഒഴിവാക്കി കളഞ്ഞു. അപ്പം ഇതിനെ തിരിച്ച് ഞാൻ വീണ്ടും എൻ്റെ എന്തിലേക്ക് തന്നെ, ഡെസിമലിലേക്ക് തന്നെ എടുത്ത് എഴുതുകയാണെങ്കിൽ, കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ എടുത്ത് എഴുതുകയാണെങ്കിൽ എന്ത് വരും എന്നുള്ളതാണ് നോക്കുന്നത്. ഓക്കെ, സോ ഡെസിമൽ വാല്യൂ ആണ് എഴുതേണ്ടത്. ഡെസിമൽ വാല്യൂ എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ഓർമ്മ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ പൊസിഷൻ വാല്യൂസ് 2⁻1 2⁻2 2⁻2, അതായത് 1/2 1/4 1/8 ആണ്. അപ്പോൾ അത് വെച്ചിട്ട് ആഡ് ചെയ്യാം വാല്യൂസിനനുസരിച്ച്. ഇപ്പോൾ ഈ കേസിൽ വരുമ്പോൾ എന്ത് വരും, ഇവിടെ വാല്യൂസ് 1 1 1, അപ്പോൾ ഒരു 1/2 + 1/4 + 1/8 വരും. താഴത്തെ കേസിലാണെങ്കിൽ എന്ത് വരും, ആദ്യത്തെ ഇല്ല, അടുത്തത് ഇല്ല, മൂന്നാമത്തെ മാത്രം 1/8. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് നമ്മളുടെ എന്ത് വരുന്നത്, ഡെസിമൽ വാല്യൂ വരുന്നത്. അപ്പോൾ ഈ കേസിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടുക 0.875 എന്നാണ് കിട്ടുക. 0.875. താഴത്തെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 0.125 എന്നാണ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒന്ന് നോക്കുക, ഇവിടെ കോഎഫിഷ്യന്റിൽ ഉണ്ടായ മാറ്റം എന്തായിരുന്നു. കയ്യിലുണ്ടായിരുന്ന കോഎഫിഷ്യന്റ് 0.95 ആയിരുന്നു. അതിനെ നമ്മൾ ട്രങ്കേറ്റ് ചെയ്തപ്പോൾ അതിൻ്റെ എഫക്റ്റീവ് വാല്യൂ എന്തായിട്ട് മാറി, 0.875 ആയിട്ടുള്ള ഒരു മാറ്റം അവിടെ നമുക്ക് കാണാം. അതേപോലെ തന്നെ 0.225 എന്തായിരുന്ന കോഎഫിഷ്യന്റ് മാറിയിട്ട് ഇപ്പോൾ എന്തായി, 0.125 എന്നായി. ഇപ്പോൾ ട്രങ്കേഷനിൽ എന്തായാലും എഫക്റ്റ് ചേഞ്ച് വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഇനി അതിൻ്റെ എഫക്റ്റ് എന്താണ് എന്നുള്ളതാണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴത്തെ ട്രാൻസ്ഫർ ഫംഗ്ഷൻ, സിസ്റ്റം ഫംഗ്ഷൻ ലെറ്റ് h' എന്ന് വിളിക്കാം. h' be the transfer function of the IAR system after quantization.
quantization of coefficients. Okay, after quantization of the filter coefficients. അപ്പോൾ നമുക്കിപ്പോൾ എന്താണെന്ന് കിട്ടുക, h bar of z is equal to 1 divided by, ഇനി ഞാനവിടെ ഈ സംഭവത്തിൽ ന്യൂ ഇത് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യാം, 1 മൈനസ് 0.95 പകരം ഞാൻ എഴുതണം 0.875 z raised to minus 1 പ്ലസ് 0.225 പകരം ഞാൻ എന്ത് എഴുതും, 0.125 z raised to minus 2. ഓക്കെ, ഇതാണ് വരുന്നത്. ആൻഡ് ദിസ് വിൽ ബി ഈക്വൽ ടു വാട്ട്, ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക, ഈക്വൽ ടു സെറ്റ് സ്ക്വയർ. ഇപ്പോൾ ഇതിനെ ഞാൻ എന്താ പറയുക, സെറ്റ് സ്ക്വയറിലേക്ക് കൺവേർട്ട് ചെയ്യാം എനിക്ക് വേണമെങ്കിൽ, പോസിറ്റീവ് പവേഴ്സിലേക്ക്. അപ്പോൾ ഇത് വരിക എന്തായിരിക്കും, സെറ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ സെറ്റ് സ്ക്വയർ മൈനസ് 0.875 z പ്ലസ് 0.125 എന്ന് വരും. അപ്പോൾ അതിൻ്റെ നമ്മൾ റൂട്ട്സ് എടുക്കുകയാണെങ്കിൽ ഡിനോമിനേറ്ററിൻ്റെ സെറ്റ് സ്ക്വയർ ഡിവൈഡഡ് ബൈ z മൈനസ് 0.695 ഇൻറ്റു z മൈനസ് 0.18 എന്നുള്ള രീതിയിലാണ് കിട്ടുക. ഓക്കെ, അപ്പം അതിൻ്റെ അർത്ഥം എന്താ, അതിൻ്റെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് അവിടെ, എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് നമ്മളുടെ പോൾസിൽ. പുതിയ പോൾസ് ഇപ്പം എന്താ, പോൾസ് ഈ കേസിലെ പോൾസ് എന്ന് പറയുന്നത് ഇപ്പം എന്താണ്, z is equal to 0.625 0.18 ആണ് അല്ലേ. അപ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോൾസ് എന്തായിരുന്നു, ഏറ്റവും ആദ്യം നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പോൾസ്, ആക്ച്വൽ പോൾസ് എന്ന് പറയുന്നത് എന്തായിരുന്നു, 0.5 ആൻഡ് 0.45 ആയിരുന്നു. 0.5ൻ്റെ സ്ഥലത്ത് 0.625 ആയി വ്യത്യാസം വന്നു, 0.45ൻ്റെ സ്ഥലത്ത് 0.18 ആയി. അപ്പോൾ എന്താ, നല്ല വ്യത്യാസം ഉണ്ട്, DVH. ഇതിൽ നമുക്ക് ഒബ്സർവേഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ നമുക്ക് പറയാം എന്താ, പോൾസ് ഓഫ് പുതിയ ഫംഗ്ഷൻ h dash of z deviate very much അല്ലേ, അത്യാവശ്യം നല്ല ഡിഫറൻസ് നമുക്ക് കാണാം ഫ്രം ദ ഒറിജിനൽ പോൾസ്, അതേപോലെ ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ നമുക്കിവിടെ വരയ്ക്കായിരുന്നു. അപ്പോൾ അതായത് ഈ ഒരു ഇക്വേഷൻ പ്രകാരം നമുക്ക് ഇതിൻ്റെ റെപ്രസെൻറ്റേഷൻ വേണമെങ്കിൽ വരയ്ക്കാം. z raised to minus 2 ആൻഡ് രണ്ട് എന്താ പറയുക, ഡിലേ ബ്ലോക്കുകളാണ്. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതിന് ഡയറക്റ്റ് ഫോം എന്നുള്ള രീതിയിൽ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ നമുക്കത് വരച്ചിട്ട് തന്നെ പോവാം. ജസ്റ്റ് ഞാൻ ഓൾറെഡി അറിയണതാണ്, വേഗം വരച്ച് പോവാം. നമുക്ക് രണ്ട് ഡിലേ എലിമെൻറ്റ്സ് വേണം അല്ലേ, പിന്നെ എന്ത് വേണം, നമുക്ക് രണ്ട് സമ്മിങ് ബ്ലോക്കുകൾ വേണം അല്ലേ, ഒരെണ്ണം ഇവിടെയും പിന്നെ ഒരെണ്ണം ഇവിടെ. രണ്ട് നമ്മളുടെ മൾട്ടിപ്ലയേഴ്സ് ഉണ്ട്, അത് മൾട്ടിപ്ലയർ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാം ട്രയാങ്കിൾ ഫോമിൽ. നിർബന്ധമൊന്നുമില്ല, ഓൾറെഡി നമ്മളിപ്പോൾ പ്രൊഡക്റ്റ് ക്വാണ്ടൈസേഷൻ എറർ പറഞ്ഞ സ്ഥലത്ത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്തത് കൊണ്ട് ഞാനിപ്പോൾ അതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു എന്ന് മാത്രം. നിർബന്ധമൊന്നുമില്ല, വെറുതെ ഈ റെപ്രസെൻറ്റേഷനിൽ ചുമ്മാ ആരോട്ട് കാണിച്ചു കഴിഞ്ഞാലും മതി, ധാരാളം മതി. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രക്ചർ വരിക. പിന്നെ ഇതിൽ ബാക്കി ഡാറ്റ കൊടുക്കാൻ മാത്രം ഇത് എക്സ് ഓഫ് എൻ, രണ്ട് സമ്മിങ് ബ്ലോക്കുകൾ, ഇവിടെയാണ് നമുക്ക് y ഓഫ് എൻ കിട്ടേണ്ടത്. ഇപ്പോൾ കോഎഫിഷ്യൻസ് ഡിനോമിനേറ്ററിൻ്റെ വിത്ത് നെഗറ്റീവ് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ ഇവിടുത്തെ കോഎഫിഷ്യൻ എന്തായിരിക്കും, 0.875 അല്ലേ, 0.875, അടുത്തത് ഇവിടെ 0.125. ഇത്രയേ ഉള്ളൂ. ഈ ഒരു റിയലൈസേഷൻ്റെ കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കേസിൽ ഇപ്പോൾ ഇത് ന്യൂ ആണ്, ന്യൂ h bar ഓഫ് സെഡിൻ്റെയാണ് വരച്ച് വെച്ചിട്ടുള്ളത്. h ഓഫ് സെഡ് എന്ന് പറയുന്നത് നേരത്തെ അത് പ്രകാരം നമുക്ക് വരയ്ക്കായിരുന്നു. ഇവിടെ പോൾ ലൊക്കേഷൻസിൽ ഷിഫ്റ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ഓൾറെഡി അവിടുന്ന് മനസ്സിലായി. ഓക്കെ, അപ്പോൾ അതാണ് ഒന്നാമത്തെ കാര്യം, ഡയറക്റ്റ് റിയലൈസേഷൻ. ഇനി നമുക്ക് കാസ്കേഡിലേക്ക് വരാം, സെക്കൻഡ് കേസിലേക്ക് വരാം. സോ സെക്കൻഡ് കാസ്കേഡ് റിയലൈസേഷൻ നോക്കാം അല്ലേ.
കാസ്കേഡിൽ എന്താണ് എഫക്റ്റ് വരുന്നത് എന്നുള്ളത്. എന്തായാലും മാറ്റം വരും, അത് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ വീണ്ടും നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. വി ഹാവ് എച്ച് ഓഫ് സെഡ് ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 minus 0.5 z raised to minus 1 into 1 minus 0.45 z raised to minus 1 അല്ലേ. ഇതിനെ വേണമെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? h1z into h2z എന്നുള്ള രീതിയിൽ എഴുതാം. വേർ നമ്മൾ h1 എന്താണ് h2 എന്താണെന്നുള്ളത്. h1 ഓഫ് z ആയിട്ട് ഞാൻ എടുക്കുന്നത് എൻ്റെ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 z raised to minus 1 h1z എന്ന് ഞാൻ വിളിക്കുന്നു. h2z എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളത് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.45 z raised to minus 1. ഇതൊക്കെ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയുന്ന കാര്യം തന്നെയാണ്. ഇനി ഇവിടെ വീണ്ടും എന്ത് ചെയ്യാൻ പോകുന്നത്, ഇപ്പോൾ ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരനെയാണെങ്കിൽ നമ്മളിവിടെ ട്രങ്കേറ്റ് എന്താ ചെയ്യാൻ പോകുന്നത്, ട്രങ്കേഷൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഇവിടെ എഴുതണേ. സോ ലെറ്റസ് നേരത്തെ പോലെ മൊത്തം മൾട്ടിപ്ലൈ ചെയ്തിട്ടല്ല ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ആക്കി, അപ്പോൾ രണ്ടിട്ട് സെപ്പറേറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അതാണ് ഇതിലത്തെ വ്യത്യാസം വരുന്നത്. ലെറ്റസ് ക്വാണ്ടിറ്റൈസ് the coefficients. നേരത്തെ ഒറ്റയടിക്ക് എച്ച് ഓഫ് സെഡിൻ്റെ ആണ് ചെയ്താറുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇപ്പോൾ എന്തായിരിക്കും, സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഓഫ് h1z ആൻഡ് h2z അങ്ങനെ ഡിഫറെൻറ്റ് സെപ്പറേറ്റ് ആയി ബൈ ട്രങ്കേഷൻ തന്നെയാണ് മെത്തേഡായിട്ട് ഉപയോഗിക്കുന്നത്. എത്ര ബിറ്റ്സിലേക്കാണ്? 3 ബിറ്റ്സ്. അത് ഓൾറെഡി നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഈ ചെയ്യേണ്ട കാര്യം വരുന്നുള്ളൂ. അപ്പോൾ അതിനെ നമുക്ക് ആദ്യം ജസ്റ്റ് അതിനെ എന്ത് ചെയ്ത് എഴുതണം, കൺവേർട്ട് ചെയ്തിട്ട് എഴുതണം. ഏതാ? 0.5 ആണ് ആദ്യം നമുക്ക് വരുന്നത്. ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും? 1.0 വരും. ഇനി അങ്ങോട്ട് ചെയ്യേണ്ട കാര്യമില്ല, കാരണം 0 ആണ്. എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാൻ പോകുള്ളൂ? 0 വെച്ചിട്ടേ കിട്ടാൻ പോകുന്നുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ ആദ്യം തന്നെ എഴുതാം. ഇതിൻ്റെ 0.5ൻ്റെ ഇക്വാലന്റ് ബൈനറി വാല്യൂ ഇപ്പോൾ താഴേക്കാണല്ലോ കൊടുത്ത് എഴുതേണ്ടത്. എന്ത് വരും? 0.1, ബാക്കിയെല്ലാം സീറോസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അത് ആദ്യത്തെ. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, 0.45ൻ്റെയും കൂടി നമുക്ക് കാണാം അല്ലേ. സോ 0.45 ഇൻറ്റു 2 ഈക്വൽ ടു 0.90. താഴത്തേക്ക് എന്ത് എടുത്താൽ മാത്രം മതി? 90 മാത്രം എടുത്താൽ മതി. 0.90 ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1.80. എന്ത് മാത്രം എടുക്കുക? 80 മാത്രം എടുക്കുക. ഇൻറ്റു 2 ഈക്വൽ ടു 1.60. എന്ത് മാത്രം എടുക്കുക? 0.60 മാത്രം എടുക്കുക. ഇൻറ്റു 2 ഈക്വൽ ടു 1.20. ഇനി അടുത്തത് 0.20 ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇൻറ്റു 2 ചെയ്ത് കഴിഞ്ഞാൽ 0.40 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തിൻ്റെ 0.45ൻ്റെ കറസ്പോണ്ടിങ് എന്താണ് കിട്ടിയത് എന്നുള്ളത് എഴുതാം. എന്താ താഴേക്ക് ഓർഡറിൽ എടുത്ത് എഴുതി പോകുമ്പോൾ 0. ആദ്യത്തെ 0, പിന്നെ 1 1 1 0 അല്ലേ. ഈ രീതിക്കാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇതിനെ എന്നിട്ട് നമ്മൾ ട്രങ്കേറ്റ് ചെയ്ത് എഴുതുക എന്നുള്ളത് മാത്രം തന്നെ ഇവിടെ വരുന്നുള്ളൂ. അപ്പോൾ നേരത്തെ ഇത് പ്രകാരം നമ്മൾ വീണ്ടും ഒന്നുകൂടി താഴെ ഓരോ കോഎഫിഷ്യൻസിൻ്റെയും എടുത്ത് എഴുതുക. സോ 0.5 ഡെസിമൽ അത് നമ്മൾ കൺവേർട്ട് ചെയ്തു. എന്ത് കിട്ടി? 0.1000 എന്നുള്ള രീതിയിൽ കിട്ടി അല്ലേ. ഇതിനെ ഇനി ഇവിടെ എന്ത് ചെയ്യാണ് ഞാൻ? ഇതിനെന്താ നമ്മൾ ചെയ്യുന്നത്? ട്രങ്കേഷൻ ചെയ്യാണ് ടു 3 bits. So truncate to 3 bits. അത് തന്നെയാണ് താഴത്തെ ചെയ്യുന്നത്. അതായത് 0.45 ടു ദ ബേസ് 10. അത് നമുക്ക് കിട്ടിയിട്ടില്ല. എന്താ? 0.0 അല്ലേ. 0.01110. ആവശ്യമൊന്നുമില്ല, കാരണം നമ്മൾ 3ലേക്കാണ് ട്രങ്കേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ബാക്കി അത്രയ്ക്ക് അധികം എഴുതേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും ജസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് എഴുതിയെന്ന് മാത്രം. ഓക്കെ, ഇത് വരുന്നു. ഇപ്പോൾ ഇത് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈക്വൽ ടു എന്താ വരാൻ പോകുന്നത്? 0.100 തന്നെയല്ലേ. ബാക്കിയുള്ളതിനെ നമ്മൾ ഒഴിവാക്കി കളയാണ്, ട്രങ്കേറ്റ് ചെയ്ത് കളയാണ്. അപ്പോൾ അത് അവിടെ ഇതായി പോകും. ഇവിടുത്തെ കേസിൽ എന്ത് വരും? 0.011. അതിന് ശേഷമുള്ള 10 അവിടുന്ന് പോയി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് നമ്മൾ എന്തിലേക്ക് മാറ്റുക? ഇനി തിരിച്ച്
ഡെസിമലിലേക്ക് മാറ്റുക. ഡെസിമലിലേക്ക് മാറ്റുമ്പോൾ എന്താ വരിക? ഇത് നമുക്ക് എളുപ്പമാണ്. 1/2 ഒരൊറ്റ പോയിന്റ് മാത്രമേ ഉള്ളൂ. 2⁻⁻1 1/2, അതായത് 0.5 തന്നെ ആണ് കിട്ടുക. നേരെ തിരിച്ച് ഇതിൻ്റെ കേസിൽ ചെയ്യുമ്പോൾ എന്തായിരിക്കും? 1/2 ഇല്ല, 1/4 + 1/8 വരും. 1/4 + 1/8 നമുക്ക് കിട്ടുക 375 ആണ് കിട്ടുക. ഓക്കെ, പിന്നെ ഇവിടെ നോക്കി നോക്കുക, നമുക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് നോക്കാം. ഇതിൽ ഇതാണ് ഇപ്പോൾ നമുക്ക് പുതിയതായിട്ട് കിട്ടിയിട്ടുള്ള എന്ത് കോഎഫിഷ്യൻസ്. സ്റ്റാർട്ടിങ്ങിൽ 0.5 തന്നെ ആയിരുന്നു, 0.5 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ അതിലൊരു മാറ്റമൊന്നും വന്നില്ല. പക്ഷെ താഴത്തിൽ 0.45 മാറിയിട്ട് 0.375 ആയി. ഇപ്പോൾ ഒരു കോഎഫിഷ്യൻ്റേ മാറിയിട്ടുള്ളൂ. അത് തന്നെ ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ചേഞ്ച് ഒന്നുമല്ല, മറ്റൊരു കോഎഫിഷ്യൻ്റ് അവിടെ മാറിയിട്ടും ഇല്ല. അപ്പോൾ ഇത് പ്രകാരം നമുക്ക് പുതിയ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ പുതിയ ഫംഗ്ഷൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് പുതിയ പേര് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ അനാലിസിസ് എഴുതാം. ലെറ്റ് h1 bar of z and h2 bar of z be the transfer functions of the first order sections. അല്ലേ, നമ്മൾ ഫസ്റ്റ് ഓർഡർ സെക്ഷൻസ് ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്തത്. ഓഫ് ദി ഫസ്റ്റ് ഓർഡർ sections after truncation. അല്ലേ, after truncation. Therefore we have h1 bar z equal to എന്തെന്നെയാ വരിക? 1 divided by 1 minus 0.5 z raised to minus 1 and h2 bar of z is equal to 1 divided by 1 minus 0.375 z raised to minus 1. ഇതാണ് നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. ഓക്കെ, ഇതിൻ്റെ നമുക്ക് കാസ്കേഡ് ചെയ്തിട്ട് റിയലൈസേഷൻ വരയ്ക്കാം. അപ്പം അതിൻ്റെ ബേസിലാണ് ഇവിടെ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ സാധാരണ കാസ്കേഡ് റിയലൈസേഷൻ വരയ്ക്കുന്നതിന് 2 സെപ്പറേറ്റ് സെക്ഷൻസ് വരയ്ക്കും, അതിനെ കാസ്കേഡ് ചെയ്യും. അതാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയായിരുന്നു? ഒരു ഡിലേ എലമെൻ്റ് ആണ് നമുക്കിവിടെ വേണ്ടുള്ളൂ, അല്ലേ? കാരണം ഫസ്റ്റ് ഓർഡർ സെക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസിക് സ്ട്രക്ചർ വരാൻ പോകുന്നത്. നമ്മളുടെ ഡിലേ എലമെൻറ്റ്, സമ്മിങ് ബ്ലോക്ക്. ഓക്കെ, ഇതിലൊരു ഒരു കാര്യം കൂടി വരാണ്ട് നമ്മളുടെ മൾട്ടിപ്ലൈ ചെയ്യാനുള്ളത്. അപ്പോൾ അത് ഞാൻ ട്രയാങ്കിൾ ആയിട്ട് തന്നെ വരയ്ക്കാം. ഗെയിൻ എന്നുള്ളത് അങ്ങനെ വരയ്ക്കണമെന്നില്ല, ആരോ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ റെപ്രസെൻറ്റ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമ്മളിങ്ങനെ വരച്ചു മാത്രം. ഇങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ട് പരസ്പരം കണക്ട് ചെയ്ത് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതിലെ ഒരെണ്ണം നമ്മളുടെ h1 സെറ്റും മറ്റേത് h2 സെറ്റും. ഇപ്പോൾ ഇത് h1 സെറ്റ് നിങ്ങൾ മാറിയിട്ട് h1 ബാർ ഓഫ് സെറ്റും മറ്റേത് h2 ബാർ ഓഫ് സെറ്റ്. അപ്പോൾ ഇത് അനലൈസ് ചെയ്യാൻ ഇത് വരയ്ക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് വരച്ചെന്ന് മാത്രം. അപ്പോൾ ഇത് നമ്മളുടെ എക്സ് ഓഫ് എൻ, ഇവിടെ നമ്മളുടെ y ഓഫ് എൻ കിട്ടും. ഇതിൻ്റെ കറസ്പോണ്ടിങ് കോഎഫിഷ്യൻ്റ് എന്താ വരിക? 0.5. ഇത് തന്നെയാണ് ഒറിജിനലും വരേണ്ടത്. ഇവിടെ 0.375, 0.45 വരേണ്ട സ്ഥലത്താണ് 0.375 വന്ന് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇവിടെ നമുക്ക് വരുന്നുള്ളൂ. ഇതിലത്തെ പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്. ഇവിടുത്തെ പോൾസ് എന്താ വരുന്നത്? ന്യൂ ഈ സെറ്റപ്പിലത്തെ പോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് z ഈക്വൽ ടു 0.5ഉം 0.375 ആണ് കിട്ടി. ഒറിജിനൽ നമുക്ക് 0.5ഉം 0.475 ആയിരുന്നു, അല്ലേ? അപ്പോൾ ഇത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കിട്ടുന്ന കാര്യം എന്താണ്? കാസ്കേഡ് സിസ്റ്റം വിത്ത് ഒറിജിനൽ പോൾസ്, അല്ലേ? കമ്പയറിംഗ് ദ പോൾസ് ഓഫ് കാസ്കേഡ് സിസ്റ്റം. സോ comparing the poles of the cascade system after truncation ആണ് ഉദ്ദേശിക്കുന്നത്. after truncation with original poles, we can say that one of the pole is same, അല്ലേ? 0.5 ആണ് കിട്ടിയത്, സെയിം. ആൻഡ് other pole is very close, അല്ലേ? 0.45ഉം മറ്റേത് 0.375 ആണ് കിട്ടിയത്. very close to
ഒറിജിനൽ പുൾ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന ഒബ്സർവേഷൻ നമ്മൾ ആദ്യം ഡയറക്റ്റ് ഫോം റിയലൈസേഷൻ പറഞ്ഞു, അതിൽ അത്യാവശ്യം നല്ല വേരിയേഷൻ വന്നു. പക്ഷേ രണ്ടാമത്തെ കാസ്കേഡ് റിയലൈസേഷൻ വന്നപ്പോൾ ഒരു പോള് സെയിം തന്നെ വന്നു, മറ്റേതിൽ വലിയ വേരിയേഷൻ ഇല്ലാണ്ടും ആണ് നമുക്ക് കിട്ടിയത്.